മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു കട്ട റൊമാൻസ് ആണ് കേട്ടോ കാണുന്നത്. മനു കൊടുത്ത ആ ഒരു മുത്തം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അലീന ആ ഒരു ഹോളിലൂടെ അങ്ങനെ മനുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മനു ആണെങ്കിൽ അലീനയോട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയെടുത്ത് നേരെ കൈതക്കലിലേക്ക് വിട്ടു. ഈ സമയത്തിന് അലീന അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ ബബിതയുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ ബബിത കാണിക്കുന്ന കള്ളത്തരങ്ങളൊന്നും അലീന അറിയുന്നില്ല. കാറൊക്കെ വന്നു നിന്നതുപോലും അറിയാതെ ബബിത അകത്ത് കാമുകനായ അരുണിനെ വിളിച്ചു കയറ്റി പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന പതിയെ വന്ന് കോളിംഗ് ബെല്ലടിച്ചതും ഉള്ളിലിരുന്ന ബബിത ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അലീന അന്ന് അവിടെ എത്തിയത് ഭാഗ്യമാണെന്ന് തന്നെ പറയാം. ഇല്ലായിരുന്നുവെങ്കിൽ ബബിതയുടെ കാര്യം ഇന്ന് തന്നെ അങ്ങ് തീരുമാനമായേനെ. അലീന പിന്നെയും ബെല്ലടിച്ചപ്പോൾ ഭയം നോടിയ ബബിത ജനലിലൂടെ നോക്കുമ്പോൾ കണ്ടത് അലീനയാണ്. ഉടനെ തന്നെ അവൾ അരുണിനോട് എങ്ങനെയെങ്കിലും ഒളിക്കാൻ പറഞ്ഞു. അരുണെ, വേഗം നീ പോയിട്ട് എവിടെയെങ്കിലും ഒളിക്ക്. അവൾ വരുന്നത് കണ്ടാ പിന്നെ അച്ഛനോട് പറയും. പിന്നെ നമുക്ക് പിന്നെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത വെപ്രാളപ്പെട്ടു. അരുൺ അവിടെ ഒരു വാതിലിന്റെ സൈഡിൽ അങ്ങ് ഒളിച്ചിരുന്നു. പുറത്ത് ഒരു ബൈക്ക് ഇരിക്കുന്നത് കണ്ടപ്പോഴേ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. ബബിത വന്ന് വാതിൽ തുറന്നപ്പോൾ അവൾ ആകെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. എന്താ ബബിതേ, കോളേജിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? എന്താ പോകാത്തത് എന്ന് അലീന ചോദിച്ചപ്പോൾ ബബിത തട്ടിക്കയറി. അതൊക്കെ അന്വേഷിക്കാൻ നീ ആരാടി? ഞാൻ എവിടെയെങ്കിലും പോയാലും നിനക്കെന്താ? ഇവിടെ എന്തെങ്കിലും അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാര്യം അന്വേഷിച്ചാൽ മതിയെന്ന് അവൾ ദേഷ്യപ്പെട്ടു. പുറത്തിരിക്കുന്ന ബൈക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതാരോ റോഡിൽ വെച്ചതായിരിക്കും, എനിക്കറിയില്ല എന്ന് ബബിത പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ആരോ ഉണ്ട് എന്ന കാര്യം അലീനക്ക് ഉറപ്പായിരുന്നു. നീ ആരെയാടി ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അത് കണ്ടുപിടിച്ചാ നീ എനിക്ക് എന്തു തരും? നീ എന്നെ ചേച്ചിയായിട്ട് അംഗീകരിക്കുമോ എന്ന് അലീന ചോദിച്ചപ്പോൾ നിന്നെ ചേച്ചിയായിട്ട് കാണാൻ എനിക്ക് വട്ടൊന്നുമില്ല, ഇത് എന്റെ വീടാണ് എന്ന് ബബിത ആക്രോശിച്ചു. ഉടനെ അലീന മറുപടി കൊടുത്തു, ഇതെന്റെയും എന്റെ അച്ഛന്റെയും വീടാണ്. നിനക്കുള്ള അതേ അവകാശം തന്നെ എനിക്കും ഈ വീട്ടിലുണ്ട്. ഇത് കേട്ടപ്പോൾ ബബിത ഒന്ന് വിറച്ചു. അലീന വിടാനൊന്നും ഭാവമില്ലായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ അരുണിനെ ഒളിപ്പിച്ചിരുന്ന സ്ഥലത്തു നിന്നും പിടികൂടി. എടാ, നീ എപ്പോഴാടാ ഇങ്ങോട്ടേക്ക് കയറിയത് എന്ന് ചോദിച്ച് ഒരു ചൂലുമെടുത്ത് അലീന അരുണിനെ അവിടെ നിന്നും തല്ലി ഓടിച്ചു. അവൻ വെറും ഒരു ഫ്രോഡാണെന്നും പണത്തിന് വേണ്ടിയിട്ട് കൂടെ കൂടിയതാണെന്നും അലീന ബബിതയ്ക്ക് താക്കീത് നൽകി. ഇനി ഇതെങ്ങാനും നീ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം അച്ഛനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സങ്കടപ്പെടുമെന്ന പേടിയിൽ ബബിതയും അലീനയും തമ്മിൽ വലിയൊരു തർക്കം തന്നെ നടന്നു. പിന്നീട് കാണിക്കുന്നത് മനു നേരെ കൈതക്കൽ തറവാട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കമലമ്മയുടെ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയത്. നീ എന്തിനാടാ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? നിന്റെ അപ്പന്റെ പെങ്ങളുടെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കൊച്ചല്ലേ അവള്? അവൾ എങ്ങനെ നിന്റെ മുറപ്പെണ്ണാവുമെന്ന് കമലമ്മ ചോദിച്ചപ്പോൾ മനുവിന് അങ്ങ് ദേഷ്യം വന്നു. അമ്മ ഈ വീട്ടിലേക്ക് കയറ്റിയപ്പോഴേ ഇവിടുത്തെ മാനം പോയതാണ്. എനിക്കിഷ്ടമുള്ള പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും, അവളുടെ കൂടെ തന്നെ ഞാൻ ജീവിക്കും, അതിനെനിക്ക് അവകാശമുണ്ട് എന്ന് മനു അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു. വൈജയന്തി ഇങ്ങോട്ടേക്ക് വരട്ടെ, അപ്പ കാണാൻ നിന്റെ ഈ സ്നേഹമെന്ന് കമല ഭീഷണിപ്പെടുത്തി. ഇതിനിടയിൽ തന്നെ അലീന തന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവളുടെ വസ്ത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്തിന് എല്ലാ വസ്ത്രങ്ങളും കത്രിക വെച്ച് കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി വെച്ചിരിക്കുന്നു. അനാഥാലയത്തിൽ ജീവിച്ച കാലത്ത് ചോദിച്ചു വാങ്ങിച്ച ആ ഒരു വസ്ത്രങ്ങൾ പോലും നശിക്കപ്പെട്ടത് കണ്ട് അലീന ആകെ തകർന്നുപോയി. ഇത് ചെയ്തത് ബബിതയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കൃഷ്ണമോൾ അവിടെ വന്നുവെങ്കിലും അലീനക്ക് സങ്കടം സഹിക്കാനായില്ല. മറുവശത്ത് ബബിത വൈജയന്തിയെ കണ്ട് അലീനയെക്കുറിച്ച് ഓരോ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അവളാണ് ഇപ്പൊ ആ വീട് ഭരിക്കുന്നത് എന്നും അവളുടെ വാക്ക് മാത്രമേ അച്ഛൻ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ബബിത വൈജയന്തിയെ പ്രകോപിപ്പിച്ചു. അപ്പോൾ വൈജയന്തി പറയുന്നത്, നമ്മൾ എവിടെ നിന്നും ഇറങ്ങിയാൽ ഒരിക്കലും നമ്മൾ കടപ്പാട്ടൂര് വീട്ടിലേക്ക് പോകില്ല എന്നും ബാലചന്ദ്രന്റെ അടിമയായിട്ട് താൻ ഒരിക്കലും ഇനി അവിടെ കഴിയില്ല എന്നും തന്നെ ഒരിക്കലും അതിന് കിട്ടില്ല എന്നും വൈജയന്തി പറയും. അലീന ബാലചന്ദ്രന്റെ മകളല്ലെന്നും മറ്റൊരു രഹസ്യം ഉടനെ പുറത്തു വരുമെന്നും വൈജയന്തി തന്റെ മകളോട് തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ തന്നെ പറയുന്നു. അലീനയുടെ ആത്മവിശ്വാസം തകർക്കാൻ നോക്കിയ ബബിതക്കും വൈജയന്തിക്കും കിട്ടാൻ പോകുന്ന നല്ല 8ന്റെ പണികൾ തന്നെയായിരിക്കട്ടോ ഇനി വരാൻ പോകുന്നത്. അലീനയുടെ വെട്ടിനുറുക്കിയ ഡ്രസ്സുകൾ കണ്ട് വിതുമ്പി നിന്ന് അവളെ ആശ്വസിപ്പിക്കുന്നത് മനു ആയിരിക്കും. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ മനു അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയും, എടി, ഇതിനെയൊക്കെ കാരണക്കാരെ കണ്ട് നമുക്ക് തന്നെ ഇതിന് മറുപടി പറയിപ്പിക്കണം. ഈ തുണികൾ വെറും തുണിക്കഷ്ണങ്ങളല്ല, നിന്റെ കഷ്ടപ്പാടിന്റെ ഓർമ്മകളാണെന്ന് എനിക്കറിയാം. മനുവും അലീനയും ചേർന്ന് ഒരു പ്ലാനിടാണ്. ബബിതയുടെ കാമുകൻ അരുൺ വെറും ഒരു ഫ്രോഡാണെന്ന് അവർക്കറിയാം. അവൻ ബബിതയെ ചതിക്കാൻ കൊണ്ടുപോകുന്നു എന്ന സത്യം അലീന കൈയോടെ പിടിക്കുന്നു. അരുൺ മറ്റൊരു പെണ്ണുമായി കറങ്ങി നടക്കുന്നത് അലീന തന്റെ ഫോണിൽ വീഡിയോ എടുത്തു. ആ വീഡിയോയുമായിട്ട് അലീന ബബിതയുടെ അടുത്തേക്ക് ചെല്ലാണ്. ദാ നോക്ക് ബബിതേ, നീ ആർക്ക് വേണ്ടിയിട്ടാണോ എന്നെയും അച്ഛനെയും തള്ളി പറയുന്നത്? അവൻ തന്നെ നിന്നെ എങ്ങനെയാണ് ചതിക്കുന്നത് എന്ന കാര്യം നീ ഒന്ന് കണ്ടു നോക്ക്, അലീന ശാന്തമായി പറഞ്ഞു. ഇത് കാണുന്ന ബബിതയുടെ ലോകം തന്നെ അങ്ങ് ഇടിഞ്ഞു വീഴുന്നത് പോലെ തോന്നാണ്. തന്റെ ഡ്രസ്സുകൾ നശിപ്പിച്ചത് ബബിതയാണെന്ന് അലീന തെളിവ് സഹിതം തന്നെ ബാലചന്ദ്രൻ മേനോന്റെ മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തി. മകളുടെ ഈ തരം താഴ്ന്ന പ്രവൃത്തി കണ്ട് ബാലചന്ദ്രൻ ആകെ തകർന്നു പോയി. അദ്ദേഹം ബബിതയെ ശാസിക്കുന്നതിനൊപ്പം തന്നെ അലീനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.
ഇതേ സമയത്ത് തന്നെ വൈജയന്തിയുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകുന്നത് മനുവാണ്. കൈതക്കൽ തറവാട്ട് വീട്ടിലെ മനുവിന്റെ മുത്തശ്ശി വൈജയന്തിയുടെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടു. അലീനയുടെ അമ്മ ആരാണെന്നറിയാതെ അലീനയുടെ അമ്മയെ ചതിക്കാൻ വേണ്ടി വൈജയന്തി ചെയ്ത പഴയ കാര്യങ്ങൾ തെളിവായി തന്നെ കോടതിയിൽ എത്തുന്നതോടുകൂടി തന്നെ വൈജയന്തിയുടെ എല്ലാ പ്ലാനുകളും അങ്ങ് പാളിപ്പോവാണ്. അവസാനം താൻ വെറുതെ അലീനയാണ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ബബിത തിരിച്ചറിഞ്ഞു. ഒരു വൈകാരികമായ സീനിൽ ബബിത അലീനയെ കെട്ടിപ്പിടിച്ച് മാപ്പിരക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗമൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഈ വീഡിയോന്റെ മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മനുവും അലീനയും ബാലചന്ദ്രൻ മേനോന്റെ അനുഗ്രഹത്തോടുകൂടെ തന്നെ കൈതക്കൽ തറവാടിന്റെ ഐശ്വര്യമായി തന്നെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടെ തന്നെയായിരിക്കും കേട്ടോ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ക്ലൈമാക്സ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് എപ്പിസോഡ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്കമിങ് എപ്പിസോഡുകൾ കേട്ട് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.